Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ബഹുമാനം നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യം നന്മ നാം കാവലിരിക്കും എന്ന പുതിയ കാലത്ത് പ്രസക്തമായ വിഷയമാണ് എനിക്കിന്ന് സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യർ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തൂണുകളാണ് സത്യവും നന്മയും. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കൂ എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് സത്യം പറയുന്നതും സത്യത്തിൻ്റെ വഴിയിൽ നടക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ലാതെയായി മാറിയിരിക്കുന്നു. വ്യാജ വാർത്തകളും പരദൂഷണങ്ങളും സ്വാർത്ഥതയും നിറഞ്ഞ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സത്യം പലപ്പോഴും ഇരുട്ടിൽ മറിക്കപ്പെടും. ഒരു കള്ളം 100 വട്ടം ആവർത്തിക്കുമ്പോൾ അത് സത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വരുന്നത്. സത്യം എന്ന് തിരിച്ചറിയാനും അത് ഉറക്കെ വിളിച്ചു പറയാനും അതിന് കാവലിരിക്കാനും നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ പ്രധാനമാണ് നന്മ. സഹജീവികളോട് കരുണ കാണിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, ഇതെല്ലാം നന്മയുടെ വിവിധ ഭാവങ്ങളാണ്. ഇന്ന് ലോകത്ത് തിന്മയുടെ ശക്തികൾ വർദ്ധിച്ചു വരുന്നു എന്ന് വേവലാതിപ്പെടുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചെറിയൊരു നന്മയെങ്കിലും മറ്റുള്ളവർക്കായി നമുക്ക് ചെയ്യാൻ കഴിയണം. നാം എങ്ങനെ കാവലിരിക്കും? ആദ്യം സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ശ്രദ്ധിക്കണം. വിശക്കുന്നവന് ഒരു പങ്ക് ഭക്ഷണം നൽകാനും വിഷമിക്കുന്നവനെ ആശ്വസിപ്പിക്കാനും നമ്മൾ മടിക്കരുത്. സത്യവും നന്മയും വെറുതെ വായനശാലയിലെ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകണം. ഒരു നല്ല നാളേക്ക് വേണ്ടി, വരും തലമുറക്ക് വേണ്ടി ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സത്യം പറയുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൂണുകളിൽ ഒന്നാണ്. തീർച്ചയായും സത്യം നന്മയിലേക്ക് വഴികാട്ടും. നന്മയാണെങ്കിൽ സ്വർഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെ മനസ്സ് ഭയരഹിതമാവുന്നോ, എവിടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുവോ എന്ന് രവീന്ദ്രനാഥ ടാഗോർ പാടിയ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ സത്യത്തിനും നന്മയിനും മാത്രമേ സാധിക്കൂ. സത്യത്തിൻ്റെയും നന്മയുടെയും കാവൽക്കാരായി നമുക്ക് ഒരു തലമുറയെ വാർത്തെടുക്കണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.